കട്ടില് ചെറുതാവുമ്പോഴാണ് പ്രണയം കൂടുന്നത്. ആ കട്ടില് വലുതാവുമ്പോൾ പ്രണയം മാറുന്നു എന്നുള്ളത് വളരെ സത്യമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു നിറവ് ഭയങ്കരമാണ്. നമ്മൾ നാട്ടുകാരെ കാണിക്കാൻ ഫർണിച്ചർ വാങ്ങരുത്. നമുക്കിരിക്കാനും നമുക്ക് ആസ്വദിക്കാനും പറ്റുന്ന ഫർണിച്ചർ വാങ്ങണം. ഒരു ബുക്ക് ഷെൽഫ് ഒരു വീട്ടിലുണ്ടാവണം, അതിൽ നിറയെ ബുക്ക് ഉണ്ടാവണം. നമ്മുടെ വീട്ടിൽ ഒരു പുസ്തകം വന്നാൽ നമ്മുടെ വീട്ടിൽ അതിന്റെ ഐശ്വര്യം കൂടും. അക്ഷരത്തെ സ്നേഹിക്കുന്ന സമൂഹം മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കുറെ കൊച്ചു കച്ചവടക്കാരുണ്ട്. അവരെയും കൂടെ നിങ്ങളെല്ലാം ചേർത്ത് നിർത്തണം. അവരെ ഈ സമൂഹത്തിന്റെ ഭാഗമാക്കി നമ്മൾ ചേർത്ത് നിർത്തണം. അവര് നമ്മുടെ നാട്ടില്, നമ്മുടെ നാട്ടിൻ പ്രദേശത്ത്, നമ്മുടെ കമ്പോളത്തിൽ വെട്ടവും വെളിച്ചവും തരുന്നവരാണ്. നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ വാങ്ങും. തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് അല്ലെ വരും തലമുറയ്ക്ക് വേണ്ടി വാങ്ങരുത്. അവർക്ക് അവരുടെ ഇഷ്ടമല്ല ഇത്. വാങ്ങിക്കാൻ പാടില്ല. ഒരാൾ വിളിച്ച് ചോദിക്കണം, പക്ഷേ എനിക്കൊരു മെത്ത മേടിക്കണം, ഏത് ബ്രാൻഡ് വേണമെന്ന് വെച്ചാൽ ഞാൻ ഫോണിലൂടെ പറയും. പക്ഷേ വീഡിയോയിലൂടെ പറഞ്ഞാൽ അത് മോശമല്ലേ? ഈ കടകളിലൊന്നും പോകുമ്പോൾ എനിക്കൊരു അഭ്യർത്ഥന, ഞാൻ ഫിനാൻസ് ചെയ്യുന്ന ആളാ, എന്നാലും എനിക്കൊരു അഭ്യർത്ഥന, ആധാർ കൊണ്ടുപോകാതെ പോകണം. കാര്യം ആധാർ കൊണ്ടുപോയാൽ നിങ്ങൾ കടക്കാരായത് തന്നെ അല്ല. ഞാൻ ചെയ്യുന്ന ആളാണ് എങ്കിലും സത്യം പറഞ്ഞു പോകുന്നത്. നല്ല ഹാളില് ആ മുറിക്ക് ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള സെറ്റുകളും മറ്റ് ഫർണിച്ചറും ഇട്ട് നിറയ്ക്കുന്ന കാണാം. യഥാർത്ഥത്തിൽ പക്ഷേ നമ്മൾ അമിതമായി ആഹാരം കഴിച്ചിട്ട് എങ്ങനെ ശ്വാസം മുട്ടുന്നു അതുപോലെയാണ് ആ മുറിയിൽ ആ ഫർണിച്ചർ ശ്വാസം മുട്ടുന്നത്. ഞാൻ കുട്ടികൾക്ക് എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് അതുപോലെ എൻ്റെ ഫർണിച്ചർ എടുക്കാൻ വരുന്നവരോട് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സുഹൈലാണ്. ഞാൻ നിൽക്കുന്നുണ്ട് മാഷിൻ്റെ കടയിലാണ്. പുത്തൂരാണ് സ്ഥലം, കൈപ്പള്ളി ഫർണിച്ചർ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചാണ് മാഷിൻ്റെ കടയുടെ വീഡിയോ ഇല്ലേ, മാഷിൻ്റെ കടയുടെ പുതിയ വിശേഷങ്ങളില്ലേ. മാഷ് കഴിഞ്ഞ വട്ടം ഞങ്ങളെ വിളിച്ചു. ഈ വട്ടം നമസ്കാരം. ഈ വട്ടം മാഷി വിളിച്ചില്ല, എന്തെങ്കിലും ഞാൻ വിളിക്കാതെ എനിക്ക് പോയിരുന്നു. സന്തോഷമാണ്. എന്താ മാഷെ ഈ വട്ടം വിളിക്കാഞ്ഞത്? മാഷെ കഴിഞ്ഞ വർഷം നമ്മുടെ ആ വീഡിയോ ഭയങ്കരമായിട്ട് സക്സസ് ആയി. അപ്പം കേരളത്തിൽ നിന്ന് മൊത്തത്തിൽ ഒരു വിളിയുണ്ടായി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴും ഞാൻ ആ ഒരു പ്രയാസത്തിലാണ്. യഥാർത്ഥത്തിൽ മാഷി ഈ വീഡിയോ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവരോടൊക്കെ ക്ഷമ പറയണം. എനിക്ക് ഏതാണ്ട് 5 ജില്ലയിലെ സാധനം കൊടുക്കാൻ പറ്റുള്ളൂ. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, അപ്പോൾ ഈ തിരുവനന്തപുരം, തൃശ്ശൂര്, കണ്ണൂര്, ഇവിടുന്നൊക്കെ വിളിച്ച് എൻ്റെ സുഹൃത്തുക്കൾക്ക് എനിക്ക് സാധനം കൊടുക്കാം. അത്രയ്ക്കുള്ള പ്രൊഡക്ഷൻ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പം ആ സാഹചര്യത്തിൽ ഇനി ഒരു വീഡിയോ ചെയ്താലോ ബുദ്ധിമുട്ടാവില്ലെന്ന് വിചാരിച്ചാണ് ഞാൻ വിളിക്കാറ്. അപ്പൊ നിങ്ങളിങ്ങ് എത്തുമായിരുന്നു, സന്തോഷമുണ്ട്. മാഷിന്റെ കടയിൽ പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ വില കൂടിയില്ല, ഇപ്പോഴും വില കുറച്ചു. വില കുറച്ച് കാര്യം കഴിഞ്ഞ പ്രാവശ്യം മാഷെ എനിക്ക് വന്ന ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് മറക്കാൻ പറ്റാത്ത അത്രയും സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പലരും പറഞ്ഞത് എൻ്റെ വീഡിയോ ഒരു മെസ്സേജ് ആയിരുന്നു. അങ്ങനെ എനിക്ക് സപ്പോർട്ടായപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇപ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും മെറ്റീരിയലിന് വില കൂടി, സാധനങ്ങൾക്ക് വില കൂടി, എല്ലാം വില കൂടിയതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു പക്ഷെ നമുക്കൊന്ന് വില കുറച്ച് തന്നെ ചെയ്യണം. അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു വളരെ സക്സസ് ആയത് 10 രൂപയ്ക്ക് ഡബിൾ കട്ടിലും 13 രൂപയ്ക്ക് ഫാമിലി കട്ടിലും, അതാണ് നമ്മൾ സക്സസ് ആയത്. അത് വീണ്ടും ഞാൻ എന്ത് ചെയ്ത് 10 രൂപ എന്നുള്ളത് 9 രൂപയാക്കി, 13 രൂപ എന്നുള്ളത് 12 ആക്കി. അപ്പൊ ഡബിൾ കട്ടില് ഞാൻ 9 രൂപയ്ക്കും ഫാമിലി കട്ടില് 12 രൂപ അത് കൊടുക്കാം. പക്ഷേ ഇതെല്ലാം കട്ടിലാണ്, ഒത്തിരി വെറൈറ്റി കട്ടിലല്ലേ? അതെ അതെ അതെ. ആർക്ക് 4ന്റെ കട്ടില് എത്ര രൂപയ്ക്ക്? ആർക്ക് 4ന്റെ ഇപ്പൊ ഞാൻ 9 രൂപയ്ക്ക് കൊടുക്കും. പക്ഷേ 9 രൂപയ്ക്ക് കൊടുക്കും. ഇത് ആർക്ക് 5 ആണെങ്കിൽ അതിവിടെ ഉണ്ട്. ആർക്ക് 5 ആണെങ്കിൽ 13 രൂപയ്ക്ക് നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നത്. ഇപ്രാവശ്യം അത് 12 രൂപയ്ക്ക് 12. ഇതാണ് ആ കട്ടില്. ഈ കട്ടിലാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ടിലില്ല. സാറിന് മെറ്റീരിയൽ കോസ്റ്റ് കൂടി, ലേബർ കോസ്റ്റ് എല്ലാം കൂടി. പക്ഷേ നമ്മളൊക്കെ അത്രയ്ക്ക് സന്തോഷം കൊണ്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിൽ നോണ്ട മാഷെ ആ ബെഞ്ച് നമ്മൾ ശരിക്കും പ്രൊജക്ട് ചെയ്ത് കാണിച്ച സിറ്റ് ഔട്ട് ഇടുന്നതിന് ഒരു ബെഞ്ച് അത് നമ്മൾ 6 രൂപയാണ്, 6000 രൂപയ്ക്ക്. പക്ഷെ ഞാനത് 5 ആക്കി, 5000 രൂപയ്ക്ക് ആക്കി. എനിക്ക് വേണ്ടുന്ന ഒരു സഹായം കസ്റ്റമർ ഇന്ന് ഇത് വർക്ക് ചെയ്തെടുത്ത് കൊടുക്കുന്നിടം വരെ ഒന്ന് ക്ഷമിക്കണം. അത്രയ്ക്ക് ഓർഡറാണ്. അതൊരു സന്തോഷം. ഒരുപാട് പേര് പറഞ്ഞു മാഷി ഒരു ഫർണിച്ചർ കടക്കാരൻ മാത്രമല്ല, ഒരു ഫർണിച്ചറിന്റെ ഡോക്ടർ കൂടിയാണ്. അതെ അതെ അതെ, എല്ലാവരും പറയുന്നത് എങ്ങനെയാണ്, ഏത് വീട്ടിൽ എങ്ങനെ ഫർണിച്ചർ ഇടണം എന്നതിനെ പറ്റിയൊക്കെ വ്യക്തമായ ധാരണ ഇതൊരു എല്ലാം ഒരു ശാസ്ത്രപ്രകാരമാണ്. അതെ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. കാര്യം ഇപ്പൊ ഒരു വീട് നമ്മുടെ സ്വപ്നമാണ്. അത് ഉണ്ടാക്കി അതിനകത്ത് ഇടുമ്പോൾ, അതിനകത്ത് ഫർണിച്ചർ ഇടുമ്പോഴും അതൊരു സ്വപ്നമായിരിക്കും. അത് അഭംഗിയാവരുത്. അതായത് പക്ഷേ ഞാൻ വീടുകളിൽ കണ്ടപ്പോൾ ചില വീടുകളിൽ കാണുമ്പോൾ ഒരു നല്ല ഹാളിൽ ആ മുറിക്ക് ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള സെറ്റുകളും മറ്റ് ഫർണിച്ചറും ഇട്ട് നിറയ്ക്കുന്ന കാണാം. യഥാർത്ഥത്തിൽ പക്ഷേ നമ്മൾ അമിതമായി ആഹാരം കഴിച്ചിട്ട് എങ്ങനെ ശ്വാസം മുട്ടുന്നു അതുപോലെയാണ് ആ മുറിയിൽ ആ ഫർണിച്ചർ ശ്വാസം മുട്ടുന്നത്. സിമ്പിളായി ഫർണിച്ചർ ഇടാൻ ശ്രമിക്കണം. ഞാനിപ്പോൾ വെക്കാൻ പോകുന്നത് പക്ഷേ ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്നത് ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് തടിയുടെ ഫർണിച്ചർ
ആ ഒരു നില വീടിന് അത്യാവശ്യം വേണ്ടുന്ന ഫർണിച്ചർ കൊടുക്കാൻ കഴിയുമെന്ന എന്റെ വിശ്വാസം. എന്നെ സമീപിച്ചില്ല വീട്ടിലുള്ള അത്യാവശ്യം വേണ്ടുന്ന ഫർണിച്ചർ അത് ആ വീടിന് ഞാനുമായിട്ട് സംസാരിച്ച് ഈ എന്റെ മുന്നിൽ വരുന്ന കസ്റ്റമർ ഒരു ഫാമിലി ഫ്രണ്ട് പോലെയാണ്. അപ്പൊ അവരിരുന്ന് അതെ പ്ലാൻ ചെയ്ത് അവരും ഞാനുമായി പ്ലാൻ ചെയ്ത് ഒരു 1.5 ലക്ഷം രൂപ കൂടാത്ത രീതിയിൽ എനിക്ക് ആ വീട്ടിൽ ഫർണിച്ചർ കൊടുക്കാൻ കഴിയും. 2 നില വീടാണെങ്കിൽ ആ 1.5 എന്നുള്ളത് ഒരു 2 ലക്ഷം ആക്കി എനിക്ക് അത് ഭംഗിയാക്കി ചെയ്ത് കൊടുക്കാൻ പറ്റും. തടിയുടെ ഫർണിച്ചർ കൊടുക്കാൻ പറ്റും. അതിനകത്ത് നമ്മൾ ഇപ്പം മലയാളിയെ സംബന്ധിച്ച് നമ്മൾ ഒരു വീട് വെച്ചിട്ട് താമസമാകുമ്പോൾ ആ ഫർണിച്ചർ എങ്ങനെ നിറച്ച് മനോഹരമാക്കിയൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ ആഗ്രഹത്തിന്റെ പേരിൽ നമ്മൾ കടക്കാരാവരുത്. മനസ്സിലായി. നമ്മുടെ ഒരു സ്വപ്നം നടന്നു വരുമ്പോൾ ആ സ്വപ്നം നമുക്ക് ഉറക്കമില്ലായ്മ ആവരുത്. അതൊരു നമ്മുടെ സ്വപ്നം നടന്നു വരുമ്പോൾ കടമില്ലാത്തവരായി നിൽക്കണം. അതിന് മനോഹരമായ ഫർണിച്ചർ ലളിതമായി ചെയ്യണം. അത് സിമ്പിളായി ചെയ്യാനുള്ള ഒരു ട്രിക്കാണ് എൻ്റെ കയ്യിലുള്ളത്. അതായത് ഇപ്പോൾ ഒരു 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ കൊടുത്ത് ഒരു സെറ്റ് മേടിച്ച് മുറിക്കാത്തിട്ട് ശ്വാസം മുട്ടുന്ന കാണാം. അവിടെ സിമ്പിളായിട്ട് ഞാൻ 20,000 രൂപയ്ക്ക് നല്ല മനോഹരമായ സെറ്റ് കൊടുക്കാൻ പറ്റും. ആ ഒരു ഹാളില് ഒരു നല്ല സെറ്റ്, ഒരു മനോഹരമായ സെറ്റിയും ഒരു ടീപ്പോയും 1-2 തടിയുടെ ചെയറും ഇട്ടാൽ മനോഹരമാവും. അവിടെയാണ് ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് കൊള്ളാത്തത്രയും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ ശ്വാസം മുട്ടുന്ന അതുമാതിരി ഇത് നിറച്ചു വെക്കുന്നത്. അത് പാടില്ല എന്നാണ് എൻ്റെ ഞാൻ കാണിക്കുക. സിമ്പിളായിട്ട് ഇടാവുന്ന സെറ്റുകൾ പിന്നെന്താ സിമ്പിളായിട്ട് ഇടാവുന്ന സെറ്റുകൾ. അതെ, അതുപോലെ സിമ്പിളായിട്ട് ഡൈനിങ് ടേബിള് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കാമെന്ന, അല്ലാത്തപ്പോൾ ചെയറൊക്കെ അകത്തേക്കിട്ട് സിമ്പിളായിട്ട് വെക്കാവുന്ന സെറ്റുകളൊക്കെ ഉണ്ട്. അത് രീതിയിൽ നമുക്ക് മനോഹരമാക്കി എല്ലാ ഫർണിച്ചറും ലളിതമാക്കി നമ്മുടെ ബഡ്ജറ്റ് എത്ര കുറയ്ക്കാൻ പറ്റും അതനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലാതെ അത് അവരുമായിട്ട് പ്ലാൻ ചെയ്താ, അല്ലാതെ ഞാൻ ഒരു 5 ലക്ഷം രൂപയുടെ ഫർണിച്ചർ എങ്ങനെയാ വീട്ടിൽ എത്തിക്കാന്നല്ല ചിന്തിക്കുന്നു. നിങ്ങൾ വിളിച്ചാൽ മതി. ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. അതിന്റെ വിളി ഇന്നും വന്നോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് രാവിലെ തൃശ്ശൂരിൽ നിന്ന് ഒരാള്, തൃശ്ശൂരിൽ നിന്നല്ല, അയാൾ ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത്. അയാളുടെ വൈഫ് തൃശ്ശൂർ ഒരു ഫർണിച്ചർ കടയിൽ നിൽക്കുകയാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എൻ്റെ വൈഫിന് ഇപ്പം കൊല്ലത്ത് വരെ വരാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഒരു ക്യൂൻ സൈസ് കട്ടിലുണ്ട്, അതിനകത്തിടാൻ ഒരു മെത്ത വേണം, ഏത് മെത്ത എടുക്കണം സാറേ എന്ന്. ഇതിൽ കൂടെ എനിക്ക് എന്നാ വേണം? ഞാൻ അവർക്ക് എനിക്ക് മെത്ത കമ്പനി ഒന്നുമില്ല, എൻ്റെ നല്ല അവർ വന്നു. പക്ഷെ അവർക്ക് നല്ല മെത്ത പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞ്. അങ്ങനെ ഇപ്പോഴും അന്നത്തെ ആ വീഡിയോയിൽ അതിലൊക്കെ മാഷിനോടാ കടപ്പെട്ടിരിക്കുന്ന കാര്യം. അന്ന് ആ രീതിയിൽ ആ വീഡിയോ അവതരിപ്പിച്ച് ഒരുപാട് പേർക്ക് അതെ എന്റെ അതുമല്ല, ഇന്ന് എവിടെ മീറ്റിങ്ങിന് പോയാലും എന്റെ 4 അടി കട്ടിലും പ്രണയവും അത് ഭയങ്കര ചർച്ചയാണ്. അത് ഈ രംഗത്ത് വളരെ പ്രശസ്തരായിട്ടുള്ള പലരും എന്നോട് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. കട്ടില് ചെറുതാവുമ്പോഴാണ് പ്രണയം കൂടുന്നത്, ആ കട്ടില് വലുതാവുമ്പോൾ പ്രണയം മാറുന്നു എന്നുള്ളത് വളരെ സത്യമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു നിറവ് ഭയങ്കരമാണ് മാഷേ. ആയിക്കോട്ടെ മാഷേ. ഇതെല്ലാം ഇത് സിമ്പിൾ സെറ്റ് ചെയ്യാം. ഒരു കൊച്ചു ഫാമിലി വീട് വെക്കുക, അവർക്കൊരു സെറ്റ് ഇടണം എന്ന് വന്നാൽ ഇത് കൊടുക്കണം. ഈ സെറ്റ് ഞാൻ 12 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ടീപ്പോ ഇല്ല, 12 രൂപയ്ക്ക്. കാര്യം ഞാൻ എന്താ ടീപ്പോ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്നത് ഇരിക്കുന്നത് 12 രൂപയ്ക്കാണ്. 12 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിൽ പല കളർ ചേഞ്ച് ആണോ? അതെ, ഇതല്ല. ഇത് 12 രൂപ, 13 രൂപ, 15 രൂപ, 12 രൂപ, 13 രൂപ, 15 രൂപ. ഇതെല്ലാം വളരെ ചെറിയ ഒരു കൊച്ചു വീട് വെച്ച്, അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്ന പൈസ കൊണ്ട് ഒരു വീട് വെച്ച് അവരുടെ ഫണ്ട് അത്രേ ഉള്ളൂ, അവർക്ക് ഇടണ ഒരു സെറ്റ്. അപ്പൊ ആ ചിന്താഗതി നടപ്പിലാവണം. അതിനാ ഞാൻ ഇത് ചെയ്തത്. അപ്പൊ ഞാൻ ഈ വീഡിയോ, ഇപ്പോഴത്തെ ഒരു വീഡിയോ വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോൾ ഈ വൈകിയ സമയത്ത് പോലും മാഷെത്തിയത് തീർച്ചയായും എനിക്ക് സന്തോഷമായി. ഇതെല്ലാം വുഡൻ സെറ്റുകളാണ്. അതെ മാഷെ, അതെ മാഷെ. 25 രൂപയ്ക്ക് 20 രൂപയ്ക്കും ഒക്കെ കൊടുക്കാവുന്ന സെറ്റുകളാണ്. ഈ സെറ്റ് നമുക്ക് 20 രൂപയ്ക്ക് കൊടുക്കാം മാഷെ. 20,000 രൂപയ്ക്ക് ഈ സെറ്റ് കൊടുക്കാൻ. അന്ന് ഈ പറഞ്ഞതുപോലെ എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ലെന്നും, പക്ഷെ എന്റെ സ്റ്റോക്ക് ചെയ്യുന്നത് പോലെ എനിക്ക് സമയം തന്ന എത്ര പേർക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. 20,000 രൂപയ്ക്ക് 5 സീറ്റ് നാടൻ തേക്കാണ്. 20,000 രൂപയ്ക്ക് 5 സീറ്റാണ് കൊടുക്കാൻ പറ്റും. അതെ, ഈ അടുത്ത പ്രദേശങ്ങളിലാണ് ഞാൻ എത്തിച്ചും കൊടുക്കാം. ഇത് കണ്ടോ, ഇതൊക്കെ മിനിമലിസ്റ്റിക് ഡിസൈൻ മാഷ് ആദ്യം പറഞ്ഞു. പടവണ്ടാരം ആവാൻ പാടില്ല മാഷ്. നമ്മുടെ വീട്ടില് നമ്മളൊരു സെറ്റ് ഇട്ട പിന്നെ യഥേഷ്ട മുറി സ്ഥലം ഉണ്ടാവണം. അതെ, തീർച്ചയായും. പക്ഷെ 5 അടി ഉള്ളു വരുന്ന രീതിയിലുള്ള 4 അടി ഉള്ളു വരുന്ന കുഷ്യൻ സെറ്റുകളാണ് ചിലർ ഇടുന്നത് ഒരു പീസിന്. അപ്പം ആ മുറിയിൽ കയറിയാൽ
നമുക്കുണ്ടാവുന്ന ശ്വാസം മുട്ട്, എനിക്കതിന് ഒരു അനുഭവം എന്ന് പറയാം. ഞാൻ ഈ രംഗത്ത് വന്നിട്ട്, ഈ ഫർണിച്ചർ രംഗത്ത് വന്നിട്ട് 35 വർഷമായി. എൻ്റെ ഈ കല്യാണം, എൻ്റെ കയ്യിൽ നിന്ന് കല്യാണത്തിന് മേടിച്ചിട്ടുള്ള ഫർണിച്ചർ മേടിച്ചിട്ടുള്ള ആള്, അയാളുടെ മക്കൾക്ക് ഇപ്പൊ 25 വയസ്സൊക്കെ ആയിട്ട്, അയാളുടെ മകൻ ഈ അടുത്ത സമയത്ത്, എൻ്റെ ആ സുഹൃത്തിന്റെ മകൻ ഈ അടുത്ത സമയത്ത് എൻ്റെ 25 വയസ്സായി, അയാൾ ഫർണിച്ചർ വാങ്ങാൻ വന്നു. അദ്ദേഹം എൻ്റെ ആ മകൻ പറഞ്ഞ വാക്ക് എനിക്ക് ഇന്നും മനസ്സിൽ ഭയങ്കര ഫീലിംഗാണ്. അതായത് എൻ്റെ അച്ഛൻ ഒരു പഴയ സാധനം അവിടെ വാങ്ങിയിട്ടു, എനിക്കത് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ആ മകന്റെ ചിന്താഗതിയാ. അന്ന് വെച്ചാൽ അദ്ദേഹം അന്ന് എൻ്റെ ഇന്ന് തന്നെ എത്രയും വലുതൊരെണ്ണം വാങ്ങാമോ വാങ്ങി. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, സിമ്പിളാണ് ഇഷ്ടം, സിമ്പിളാണ് നല്ലത്. പക്ഷെ അദ്ദേഹത്തിന് പാലുകാച്ചല്ലേ, നാട്ടുകാർ വരുമ്പോൾ കാണണ്ടേ, വലുതായിരിക്കണം, സിമ്പിളാവരുത്, ഗംഭീരമായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അയാളുടെ മകന് അത് ഭാരമാണ്. അതെ, ചിന്തിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മൾ വലിയൊരു പോയിന്റ്. പക്ഷെ നമുക്ക് മക്കൾക്ക്, ഞാൻ കുട്ടികൾക്ക് എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് അതുപോലെ എൻ്റെ ഫർണിച്ചർ എടുക്കാൻ വരുന്നവരോട് ഞാൻ പറയുന്നത്. എൻ്റെ രംഗം അതായിരുന്നത് കൊണ്ട് ഞാൻ വരുന്നവരെ ഓടിച്ച് എങ്ങനെയെങ്കിലും അവരുടെ നിന്ന് കാശ് മേടിച്ച് വിടാനല്ല വെക്കുന്നത്. എൻ്റെ ഒരു കസ്റ്റമർ വന്നാൽ 4 മണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചു പോകും. പറഞ്ഞു കൊടുക്കും. അടുത്ത് വന്നാൽ ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെ നിങ്ങൾ മേടിക്കണം, എവിടെ നിങ്ങൾ ഏത് സാധനം ആപ്റ്റായിട്ട് ഇടാൻ പറ്റും എന്നതിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ഇവിടുന്ന് മേടിച്ചാലും മേടിച്ചില്ലേലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫർണിച്ചർ മേക്കിങ്ങിന്റെ ഒരു ഡോക്ടർ എന്ന് പറയാം. അതെ, ഈ രംഗത്ത് എനിക്ക് പറയാനുള്ള, നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ വാങ്ങും. തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് അല്ലെ വരും തലമുറയ്ക്ക് വേണ്ടി വാങ്ങരുത്. അവരുടെ ഇഷ്ടമല്ല ഇത്, ഒരു സാധനം വാങ്ങിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു കഷ്ടപ്പെട്ടൊരു സെറ്റ് വാങ്ങി നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങണം. അയലത്തെ ഒരാളെയും അല്ലെങ്കിൽ മറ്റൊരാളെയും വിളിച്ചോണ്ട് വന്ന് നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമാവരുത്. നമ്മൾ വന്ന് നമ്മുടെ വീട്ടുകാരിയോ നമ്മളോ കൂടെ ഒരുമിച്ച് വന്ന് പൈസ കണ്ടെത്തിയവര്, പൈസ ഒപ്പിച്ചെടുത്തവർക്ക്, അത് ഉണ്ടാക്കിയ പാടറിയാവുന്നവർ ഒരുമിച്ച് വന്ന് അത് വാങ്ങുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് നിൽക്കും. നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചോണ്ട് വന്ന് നമ്മളൊരു ഫർണിച്ചർ വാങ്ങാൻ നോക്കിയ ബഡ്ജറ്റ് നമ്മുടെ നിൽക്കില്ല. നമ്മൾ കടക്കാരനാവും, നമ്മുടെ ആധാർ കടത്തിപ്പെടും എല്ലാവരും. അതുപോലെ ഈ കടകളിലൊന്നും പോകുമ്പോൾ എനിക്കൊരു അഭ്യർത്ഥന, ഞാൻ ഫിനാൻസ് ചെയ്യുന്ന ആളാ, എന്നാലും എനിക്കൊരു അഭ്യർത്ഥന, ആധാർ കൊണ്ടുപോകാതെ പോകണം. കാര്യം ആധാർ കൊണ്ടുപോയാൽ നിങ്ങൾ കടക്കാരായത് തന്നെ അല്ല. ഞാൻ ചെയ്യുന്ന ആളാണ് എങ്കിലും സത്യം പറഞ്ഞു പോകുന്നത്. നമ്മുടെ ബഡ്ജറ്റ് നിൽക്കത്തില്ല മാഷേ. അപ്പോൾ നമ്മള് വലിയ വലിയ ഐറ്റങ്ങളിലേക്ക് വരും. കാര്യം ആധാർ ഉണ്ടല്ലോ, കടം എടുക്കാമല്ലോ. അങ്ങനെ ഇതെല്ലാം വുഡൻ സെറ്റ്. അതെ മാഷെ, ഇതൊരു മോഡൽ സെറ്റിയാണ്. ഓക്കെ, ഇതെല്ലാം വുഡൻ സെറ്റിയാണ്. ഇത് എങ്ങനെ റേറ്റ്? ഇത് ഡിപ്പോ തേക്കിനകത്ത് ചെയ്തേക്കുന്നത്. ഇത് ചെയ്ത് വന്നപ്പം 36 രൂപയെങ്കിലും വാങ്ങിയേ പറ്റും മാഷെ. പക്ഷെ ഞാൻ 30 രൂപയ്ക്ക് അതങ്ങ് കൊടുക്കുക. 30,000 രൂപയ്ക്ക് ഒരു 2 സിംഗിൾ. ഇത് ഡിപ്പോ ഫോറസ്റ്റ് തേക്കിൽ ചെയ്ത്. ഇതിന്റെ വർക്ക് ഭയങ്കര മാഷെ. ഇത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നിയത് ഒറ്റ കുഷ്യനാണ്. കണ്ട ഇത് കാലൊക്കെ കണ്ട. ഇത് ചെയ്തിരിക്കുന്ന നല്ല ലേബർ എടുത്ത് നല്ല രീതിയിൽ ചെയ്തിരിക്കുകയാണ്. ഇത് ക്ലാസ് മോഡലാണ്. മുറിയിലിട്ട മുറി മനോഹരമാവുകയും ചെയ്യുന്ന അറിയത്തുമില്ല. ഓക്കെ, അതാണ് പ്രത്യേകത. അതെ, ഇത് ആ രീതിയിൽ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ അത് സാധാരണ സെറ്റ് എന്ന് പറഞ്ഞാൽ ചാരിനൊരു പീസും ഇവിടെ ഇരിക്കുന്ന ഒരു പീസും, ഇത് ഒറ്റ പീസിൽ തന്നെ ചെയ്തിരിക്കും. ഓക്കെ, അങ്ങനെ തന്നെയുള്ള ഒരുപാട് സെറ്റ് അതൊക്കെ അങ്ങനെ ചെയ്തിരിക്കും. ഞാൻ പരമാവധി കുഷ്യന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് മാഷെ എന്റെ ലക്ഷ്യം. തടിയുടെ അളവ് കൂട്ടുക, കുഷ്യൻ കുറയ്ക്കുക, ഫോം കുറയ്ക്കുക. ഫോം കുറച്ചാൽ ചൂട് കുറയും. നമ്മുടെ വീട്ടില് ഫോം കുറയും തോറും ചൂട് കുറയും. ഈ മാഷ് ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ഒരു സെറ്റ് ഞാൻ കാണിച്ചത്. ഈ സെറ്റ് ഉണ്ടോ? സിമ്പിളാണ്, വളരെ സിമ്പിൾ ആണ്. ചെറിയ സെറ്റാണ്. ഇത്രേ ഉള്ളൂ സംഭവം. സെറ്റ് ഒരാൾക്ക് ഇരിക്കുക ഇത് മതി. മാഷേ ഇതിനകത്ത് രാജാവിനെ പോലെ ഇരുന്നൂടെ മാഷേ. ഇതാണ് സംഭവം. ഇനി വേണമെങ്കിൽ ഇതെടുത്ത് മടി വെച്ച് ഇതാ ഗതകേസരിയല്ലേ, ഇത്രയേ ഉള്ളൂ മാഷേ. ഇത്ര സിമ്പിൾ ആയിരിക്കണം. നമ്മൾ ഫർണിച്ചർ വാങ്ങി കടക്കാരാവരുത്. നമ്മൾ ഫർണിച്ചർ വാങ്ങി എപ്പോഴും നമ്മൾ സന്തോഷമായിട്ട് പിന്നെ വീട്ടിൽ ജീവിക്കണമെങ്കിൽ കടക്കാരാവരുത്. നമ്മൾ നാട്ടുകാരെ കാണിക്കും ഫർണിച്ചർ വാങ്ങരുത്. നമുക്കിരിക്കാനും നമുക്ക് ആസ്വദിക്കാനും പറ്റുന്ന ഫർണിച്ചർ വാങ്ങണം. ഞാൻ എൻ്റെ കച്ചവടത്തിനുപരി മാഷേ, ഞാൻ പിന്നെ ഇതൊക്കെ പറയുന്നത് എനിക്ക് എൻ്റെ സമൂഹത്തിനോടൊരു കടപ്പാടുണ്ട്. എനിക്ക് എൻ്റെ സമൂഹത്തിനോടൊരു കടപ്പാടുണ്ട്. അതുപോലെ മാഷെ മറ്റൊരു കാര്യം, മാഷ് തിരക്കിലല്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ. ഈ യഥാർത്ഥത്തിൽ നമ്മൾ മാഷെ പിന്നെ ഈ ഇന്ന് ഓൺലൈനും മറ്റ് കച്ചവടങ്ങളും പെരുകുന്ന സമയം, ജനങ്ങൾ ഓടി നടന്ന് ഓൺലൈനിൽ നിന്ന് കച്ചവടം മറ്റു രീതിയിലൊക്കെ ചെയ്യുക. പക്ഷെ അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ നാട്ടും പ്രദേശം, എൻ്റെ കാര്യമല്ല, ഞാൻ കുറെ ടൗണിലാണ്, നമ്മുടെ നാട്ടും പ്രദേശത്ത് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കുറെ കൊച്ചു കച്ചവടക്കാരുണ്ട്. കുറെ കൊച്ചു കച്ചവടക്കാർ, അവരെയും കൂടെ നിങ്ങളെല്ലാം ചേർത്ത് നിർത്തണം.
അവരെ ഈ സമൂഹത്തിന്റെ ഭാഗമാക്കി നമ്മൾ ചേർത്ത് നിർത്തണം. അവര് നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിൻ പ്രദേശത്ത്, നമ്മുടെ കമ്പോളത്തിൽ വെട്ടവും വെളിച്ചവും തരുന്നവരാ. അവരെ നമ്മൾ കാണണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തപ്പോൾ അത് അവരുടെ കടയിൽ ഇപ്പോൾ എൻ്റെ അടുത്തൊരു സുനിലുണ്ട്. സുനിലിൻ്റെ കടയിൽ പഴമൊക്കെ മേടിച്ച് ഇങ്ങനെ തൂക്കിയിട്ട ചിലപ്പോൾ ഇത്തിരിയൊക്കെ വാടിയിരിക്കും. അതിന് സുനിലിൻ്റെ കട AC അല്ല. അപ്പം ജനത്തിന് AC ചെന്ന് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അത് 20 രൂപയ്ക്ക് കിട്ടും, നല്ല AC ഇല്ല, നല്ല തണുത്ത സാധനം. പക്ഷെ സുനിലിൻ്റെ കടയിൽ അത് കറുത്തിരിക്കുന്നതായിരിക്കും. പക്ഷെ അവൻ്റെ ജീവിതം കറക്കാതിരിക്കണമെങ്കിൽ അത് നമ്മൾ വാങ്ങി സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഒരുപക്ഷെ സുനിൽ 2 രൂപ അധികം കൊടുക്കും, പക്ഷേ സുനിലിൻ്റെ അടുത്ത് നമ്മൾ കൊടുക്കുന്ന 2 രൂപ 20 രൂപയാക്കി സുനിൽ ഒരു ദിവസം നമുക്ക് തിരിച്ചുകൊണ്ട് തരും. നമ്മുടെ വീട്ടിലൊരു ആവശ്യം വന്ന് സുനിൽ അത് 20 രൂപയാക്കി, അല്ലെങ്കിൽ 200 രൂപയാക്കി, അല്ല 1000 രൂപയാക്കി തിരിച്ചുകൊണ്ട് തരും. വലിയൊരു ഏതെങ്കിലും ഓൺലൈൻ കമ്പോളത്തിൽ ഏതെങ്കിലും ഓൺലൈൻ മുതലാളിമാർ കൊണ്ടു കൊടുക്കുമോ? അതില്ല. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമുക്ക് ഓടിയെത്തേണ്ട നാട്ടുകാരെ ഇവിടെ ചേർത്ത് നിർത്തി നമ്മൾ മുന്നോട്ട് പോകണമെന്നൊരു മെസ്സേജ് എൻ്റെ മാഷെ ഈ ഇതിലൂടെ എനിക്ക് നാട്ടിൽ കൊടുക്കാനുണ്ട് കേട്ടോ. ഈ സത്യം പറഞ്ഞാൽ ഇതൊരു സാധാരണ വീഡിയോയ്ക്ക് അപ്പുറത്തേക്ക് വലിയ ഒരു ഇൻഫർമേഷനാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ മാഷി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പഠിക്കാനും നിങ്ങൾക്ക് ഇത് എങ്ങനെ വാങ്ങണമെന്ന് പഠിക്കാൻ ഈ ഒരു സാമൂഹ്യ പ്രതിബദ്ധത വലുതാണ് വേണം മാഷെ. ഇല്ലെങ്കിൽ നമ്മളിത് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ അന്ധകാരത്തിലാക്കരുത്. അവര് എത്ര റിസ്ക് എടുത്താണ് കച്ചവടം ചെയ്യുന്നത്. അപ്പൊ അവരോടൊന്ന് ചേർന്ന് നിൽക്കണം നമ്മൾ. മാഷെ 5 കടയുണ്ടായിരുന്ന ഒരു കമ്പോളത്തിലെ 1 സെന്റ് ഭൂമിക്ക് ഞാൻ ഒരു കണക്ക് പറയാം. ഞാൻ മാഷിന് സമയം എടുക്കുകയല്ല. 5 കടകളുണ്ടായിരുന്ന ഒരു കമ്പോളത്തിൽ 1 സെന്റ് ഭൂമി വിലയ്ക്ക് 50,000 രൂപയാണെന്നിരിക്കട്ടെ. ആ 5 കടയുണ്ടായിരുന്ന പ്രദേശത്ത് റിസ്ക് എടുത്ത് ഒരു 50 കട വന്നാൽ അവിടുത്തെ ഭൂമി വില 1 ലക്ഷമാവും. നേരെ ഇരട്ടിയാവും. ആ റിസ്ക് എടുത്തത് പാവം കച്ചവടക്കാരാ. പക്ഷെ ആ മാറ്റം വരുത്തിയത് അവരാ. നമ്മളവരെ ചേർത്ത് നിർത്തണം. നമുക്ക് വെട്ടവും വെളിച്ചം നമ്മളൊരു ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്നിടത്ത് അവിടെ ഒരു 10 കടയുണ്ടെങ്കിൽ അവിടെ കമ്പോളം കളർഫുൾ ആവത്തില്ലേ, വെട്ടം കിട്ടത്തില്ലേ? നമുക്ക് വേണ്ടി വെട്ടവും വെളിച്ചം കത്തിക്കുന്ന അവരെയും കൂടെ നമ്മൾ ചേർത്ത് നിർത്തണം. എന്നെ ഒഴിവാക്കണമെന്നല്ല, എന്നെയും ചേർത്ത് നിർത്തിക്കോ, അവരെയും ചേർത്ത് നിർത്തിക്കണം. അതാണ് മാഷ എന്റെ ഒരു മെസ്സേജ്. ഇത് ഞാൻ 30 രൂപയ്ക്ക് കൊടുക്കും മാഷ. അവര് കാണുമ്പോ ഇല്ലെങ്കിൽ ലേബർ ഒരുപാടായതാണ്. വുഡ് നല്ല വുഡ് ഡിപ്പോത്തേക്കാണ് വുഡ്. ഇതുണ്ടോ ഇതിനകത്ത് ഫുള്ള് വുഡൻ വർക്കാണ്. ഈ കയറിയേക്കുന്ന എന്താ ഫുള്ള് വുഡൻ വർക്കാണ് സംഭവം. ലേബർ ഒരുപാടായത് കണ്ട സിമ്പിളാ, വളരെ സിമ്പിളാണ്. 30 രൂപയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റും മാഷ. ബാക്കി കിടക്കുന്ന അതേപോലെ സിമ്പിൾ ആയിട്ടുള്ള അത് 20 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇതും വുഡ്, അത് റബ്ബുഡാ മാഷ. റബ്ബുഡ്. അപ്പൊ ഇതും കാണാൻ മനോഹരമാണ്. 20 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ. തേക്കിനേക്കാൾ ഹാർഡാണ്. ഓക്കെ, മനോഹരമാണ്. എത്ര വർക്ക് ചെയ്തിരിക്കുന്ന ഞാൻ നോക്കും. വളരെ സിമ്പിൾ ആണ്. പിന്നെ ഈ ഭാഗത്ത് ഇത് ഓർക്കിഡ് മോഡൽ അല്ലേ? അതെ. ഈ സെറ്റുകൾ ഏതെടുത്താലും 5 സീറ്റ് ഞാൻ 25 രൂപയ്ക്കും 20 രൂപയ്ക്കും കൊടുക്കാവുന്ന സെറ്റുകളുണ്ട്. ഏത് സെറ്റ് എടുത്താലും 20 മുതൽ 25 വരെയാണ്. അതിൽ കൂടത്തില്ല. 20 രൂപ എന്നല്ല 25 രൂപ. അവർക്ക് ധൈര്യമായി കൊണ്ടുപോകാൻ. അവരുടെ വീട്ടിലെ മുറികൾ ശ്വാസം മുട്ടത്തില്ല. ഇതൊന്നും ശ്വാസം മുട്ടുന്നതല്ല. സിമ്പിൾ ആണ്. പക്ഷേ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിനകത്ത് എത്ര ശതമാനം കുഷൻ ഉണ്ടെന്ന് നോക്കണം. പക്ഷേ വേണ്ട, ഇതിനകത്ത് ഇല്ല. ഈ സിറ്റിംഗും 25 രൂപയ്ക്ക് ഞാൻ കൊടുക്കാൻ ഇട്ടിരിക്കാം. 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാധനം. ഇത് 5 സീറ്റാണ്. കോർണർ ഡിസൈൻ ഡിപ്പോത്തേക്കാണ്. അതിന്റെ വർക്ക് കണ്ടില്ലേ മാഷെ? സിമ്പിളാ. ഇതിന് മാത്രം മാഷ് മനസ്സിലാക്കുക എത്ര ശതമാനം കുഷ്യൻ കുറച്ചു. ഇവിടൊക്കെ വരേണ്ട കുഷ്യൻ ഞാൻ കുറച്ചിരിക്കുക. സിമ്പിൾ ആയിട്ട് റീപ്പർ അടിച്ചിരിക്കുക. കുഷ്യൻ കുറയ്ക്കുക, വുഡ് കൂട്ടുക. അത് സിമ്പിളാ. അല്ലാതെ മാഷെ ഇവിടെ തടി വെച്ച് ഞാൻ അടച്ചിട്ടൊന്നുമില്ല. തടി വെച്ച് അടച്ചിട്ടില്ല. എന്തുകൊണ്ട് തടി വെച്ച് അടച്ചിട്ടില്ല എന്ന് പറയാൻ അതിനകത്തുകൊണ്ട് പക്ഷേ ഒരു ശാസ്ത്രം. ഈ ഭാഗത്തൂടെ എയറാണ് നമുക്ക് ഈ ഭാഗത്തേക്ക് കൂൾ ചെയ്യുന്നത്. നമ്മൾ എവിടെ ഇരുന്നാലും നമ്മൾ ടെൻഷനിലേക്ക് പോകുന്നത് നമുക്ക് ശരീരത്തിന് കൂളിംഗ് കുറയുമ്പോഴാണ്. നമ്മളൊരു പ്ലാസ്റ്റിക് ചെയറിൽ ഇരിക്കുമ്പോൾ നമുക്ക് ചൂട് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് എഴുന്നേക്കാൻ തയ്യാറാണ്. ഒരു തടി ചെയറിൽ ഇരുന്നു ഒക്കെ ആ വീടം നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എണീറ്റ് പോകും. ഞാൻ ശരിക്കും പറയുന്ന സയൻസാണ് മാഷെ. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നും എടുക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് ചെയ്യണം. 30 രൂപയുള്ളൂ മാഷെ ഡിപ്പോത്തേക്കാത്. അതുപോലെ ഡിപ്പോത്തേക്കാണ്. കണ്ടല്ലേ? അത് മാഷെ ശ്രദ്ധിച്ച് തടിയാണ് ഞാൻ ചാർജ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടോ കണ്ടില്ലേ? തടിയാണ്. ഇതിനകത്ത് എല്ലാം ഒരു എയർ പോകുന്നതാണ്. ഇത് ഫോറസ്റ്റേക്കാണ്. മാഷ് നോക്കിയ ഇതിന്റെ പ്രത്യേകത, വർക്കിലൊക്കെ ഉള്ള പ്രത്യേകത. ഇന്നൊന്നും ടീപ്പോ ചേർത്തല്ലേ മാഷെ? അപ്പൊ ഇതെല്ലാം നമ്മൾ 30 രൂപ ആണോ? 30 രൂപ മാഷെ. അതെ, ഇത് 30 രൂപ മാഷെ. അത് 25 രൂപ. അത് 25 രൂപ. 25, 30, 20 പല റേറ്റിലും. അതുപോലെ എന്റെ മറ്റൊരു അഭ്യർത്ഥന നാടിനോട്, നമ്മൾ എല്ലാ വീട്ടിലും ഒരു ബുക്ക് ഷെൽഫ് വയ്ക്കണം.
നമ്മൾ ഒരു പ്രധാന ഘടകമാണ് മാഷെ. എൻ്റെ ഏറ്റവും വലിയൊരു അഭ്യർത്ഥനയാണ്, ഒരു ബുക്ക് ഷെൽഫ് ഒരു വീട്ടിലുണ്ടാവണം, അതിൽ നിറയെ ബുക്ക് ഉണ്ടാവണം. അപ്പം പലരും എൻ്റെ ഒരിക്കൽ ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ, എൻ്റെ വീട്ടിലെ ഒരു ഭിത്തി നിറയെ ബുക്ക് ഷെൽഫ്, ഒരു ഭിത്തി അല്ല മാഷെ, ഏതാണ്ട് ഒരു 1000 സ്ക്വയർ ഫീറ്റ് ബുക്ക് ഷെൽഫ് മാത്രമാണ്. അതിലെ ബുക്കുകൾ കുറവുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഓരോ വായനശാലകളും മറ്റ് സംഘടനകളും വന്ന് ചോദിക്കുമ്പോൾ ഞാൻ സംഭാവന കൊടുക്കുന്ന ബുക്കാണ്. ബുക്കുകൾ കുറവാണ്, പക്ഷെ കിട്ടുന്നത് വെക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ ഞാൻ ബുക്ക് ഷെൽഫ് ഇഷ്ടംമാതിരി വെച്ചിട്ടുണ്ട്. എല്ലാം ഇഷ്ടംമാതിരി വെക്കണമെന്നല്ല, ഞാൻ ഒരെണ്ണം വെക്കണം. അതാണ്ടേ ഒരു ബുക്ക് ഷെൽഫ്. എത്ര രൂപ? ഈ ബുക്ക് ഷെൽഫ് നമുക്ക് 10 രൂപയ്ക്ക് കൊടുക്കാൻ മാഷെ. 10 രൂപ. അത് ചെയ്തെടുക്കാൻ എനിക്ക് 12 രൂപ. അതിന്റെ കാരണം അത് നാട്ടിൽ എല്ലാ വീട്ടിലും ഉണ്ടാവണമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ അത് 10 രൂപയാക്കുന്നത്. നമ്മുടെ വീട്ടിൽ നാട്ടിൽ കിട്ടുന്ന ആക്രി സാധനങ്ങളെല്ലാം ഷോക്കേസിൽ നിറയ്ക്കുന്ന ഒരു സമ്പ്രദായം മാറണം. നമ്മൾ പോകുന്നിടത്തുനിന്ന് ഒരു ബുക്ക് വാങ്ങണം, നമ്മൾ കാണുന്നിടത്തുനിന്ന് ഒരു ബുക്ക് വാങ്ങണം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കണ്ണി കാണുന്നിടത്തുനിന്ന് ഒരു ബുക്ക് വാങ്ങണം. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പേരുകൾ പല ആക്രി കൊണ്ടുവരും, വാങ്ങാതെ ഒരു ബുക്ക് വാങ്ങണം. നമ്മുടെ വീട്ടിൽ ഒരു പുസ്തകം വന്നാൽ നമ്മുടെ വീട്ടിൽ അതിന്റെ ഐശ്വര്യം കൂടും. അക്ഷരത്തെ സ്നേഹിക്കുന്ന സമൂഹം മാറിക്കൊണ്ടിരിക്കുക. ഞാൻ ശരിക്കും യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ബാംഗ്ലൂരിലാണ് പഠിച്ചത്. സ്ഥിരം ഐലൻഡിൽ പോകുമ്പോൾ പണ്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു യാത്ര ചെയ്ത് ഞാൻ കൊല്ലത്തുനിന്ന് ബാംഗ്ലൂരിലേക്ക് എത്തുമ്പോൾ എനിക്കൊരു 100 സുഹൃത്തുക്കളെ കിട്ടുമായിരുന്നു അന്ന്. പക്ഷെ ഇന്ന് ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ഇന്നും ഞാൻ പോകുന്നുണ്ട്, യാത്ര ചെയ്യുമ്പോൾ ഒരാളെയും കിട്ടില്ല, 3 നോക്കുന്ന ഒരാളെയും ഞാൻ കാണാനില്ല. എല്ലാവരും ഫോണിലാ മാഷേ. കുനിഞ്ഞിരുന്ന് ഫോണിൽ നോക്കുക, എന്താ സംഭവിക്കുന്നതെന്നല്ല, അടുത്ത് നിൽക്കുന്ന ആരാണെന്ന് അറിയുന്നില്ല, അടുത്തിരിക്കുന്ന ആരാണെന്ന് അറിയുന്നില്ല. നേരത്തെ അങ്ങനെയല്ല, പാട്ടും കൂത്തും ബഹളവും ആയിട്ട് ബാംഗ്ലൂരിലെത്തുന്ന നമ്മൾ അറിയില്ല. ഇന്ന് ഫോണിൽ കമന്ന് കിടന്ന് ഈ ലോകം അവർ ഫോണിലൂട്ട് ഒതുക്കിയാക്കിയ, ഫോണിലൂടെയാണ് ഈ ലോകത്തെ അവർ പിടിച്ചടക്കാൻ പോകുന്നത്. ഒന്നും സംഭവിക്കില്ല. ഈ സമൂഹം തിരിച്ചു വരും മനുഷ്യരിലേക്ക്. മനുഷ്യർ തങ്ങളുള്ള ബന്ധങ്ങൾ ഉണ്ടാവുമ്പോഴേ തീർച്ചയായിട്ടും ഇവിടെ ഒരു മൂല്യം വരും. ഇപ്പം നമ്മൾ കാണുന്ന ഈ മൂല്യച്യുതിയൊക്കെ വായന കുറയുന്നതിൻ്റെയാ. വായിക്കണം. നമ്മൾ വായിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വായിക്കട്ടെ, ആരെങ്കിലും വായിക്കട്ടെ. അതിന് ബുക്കുകൾ ഞാൻ അവസരം കൊടുക്കണം. അതിനൊരു ബുക്ക് ഷെൽഫ് വെക്കണം. ഞാൻ സമയം നിങ്ങളുടെ കൂടുതൽ എടുക്കുന്നത് ഈ ഡൈനിങ് ടേബിള്, നമ്മൾ ഇത് സ്ക്വയർ ആണ്, 4x4 ഡൈനിങ് ടേബിള്. ഇതുപോലെ ചെയറിന്റെ ഭംഗി കണ്ടില്ലേ മാഷെ? ഇത് ഇത്രയും കൂടെ നമ്മൾ 22 രൂപയ്ക്ക് കൊടുക്കും. 22,000 രൂപയ്ക്കാണ് ഇത് മാഷെ. ഇതിന് 30 രൂപ. 6 പേര് ഇരിക്കുന്നതാണ്. 6x3 ടേബിളാണ്. ഗ്ലാസ് വിട്ട് 30 രൂപയ്ക്ക് കൊടുക്കും. ഇത് 32 രൂപയ്ക്ക് ഗ്രാനൈറ്റ് ഇട്ട് കൊടുക്കും. ഇത് 36 രൂപയ്ക്ക് കൊടുക്കും. ഇത് 6x3.5 വലിയ ടേബിളാണ്. യഥാർത്ഥത്തിൽ മാഷെ ഡൈനിങ് ടേബിളിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. കാര്യം നമ്മൾ ഹാളിൽ സ്ഥലമുണ്ടെങ്കിൽ എല്ലാവരും മേടിക്കും ടേബിള്. സ്ഥലമുണ്ടെങ്കിലും ഒതുങ്ങിയതേ വാങ്ങും. പക്ഷെ എന്നിട്ട് അവർ 6 പേർക്ക് 6 ചെയർ ഉണ്ടോന്നേ നോക്കൂ. പക്ഷെ 6 ചെയറിൽ ഇലയിട്ട് ഉണ്ണാൻ പറ്റുമെന്ന് അവർ നോക്കില്ല. 6 ചെയർ ഉണ്ടോ എന്നാ നോക്കുന്നത്. അങ്ങനെയല്ല നോക്കണ്ടേ. 6 ചെയറിൽ ഇല പ്ലേറ്റ് വെച്ചല്ല, പ്ലേറ്റ് വെച്ച് എത്ര ചെറുതിലും പറ്റും. ഇലയിട്ട് ഉണ്ണണം. നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് വന്ന ഇലയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ 6 പേർക്ക് ഇലയിട്ട് ഉണ്ണണമെങ്കിൽ അത് ഓരോ ഇലയും മടക്കി വെക്കേണ്ടി വരും. 3 ഡോർ അല്ലേ? അതെ മാഷെ. 3 ഡോർ. 10,900 കൊടുക്കും മാഷെ. 15 വർഷം വാറണ്ടി ഉള്ളത്. 15 വർഷം വാറണ്ടി ഉള്ള ബോർഡിൽ വരുന്ന ഇതെല്ലാം പല പല ഡിസൈൻസ്. 10,900, 11,900, 12,900 അങ്ങനെ പല ഐറ്റം വരെ ഇഷ്ടംമാതിരി ഉണ്ട്. അത് 10,900 3 ഡോർ. 2 ഡോർ 6,900 മുതലുണ്ട്. ഈ ആളുകൾ അവരുടെ ഒരു ഡിസൈൻ കൊണ്ടുവന്ന് നമ്മൾ ചെയ്ത് കൊടുക്കും. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. സമയം തരണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ട, എനിക്ക് പരിമിതി കുറവാണ്. അത് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല. ഉള്ള സെറ്റപ്പ് വെച്ച് ചെയ്തു കൊടുക്കാനുള്ള സമയം തരണം. ഈ ബെഞ്ച് മനോഹരം ഫോറസ്റ്റേക്ക് ചെയ്തിരിക്കുക. മാഷിതൊന്ന് ശ്രദ്ധിച്ച് പിടിച്ചിട്ട് കണ്ടതാണ്. ഇത് ചെയ്തെടുത്ത് നമ്മൾ തന്നെ ഇത് പില്ലോയും ഒക്കെ വെച്ച് സിമ്പിളാണ്. നമുക്ക് മനോഹരമായി ഇങ്ങനെയൊക്കെ ഉള്ളതാണ് മുറിക്കകത്ത് വേണ്ടുന്നത്. അല്ലാതെ നമ്മൾ ഈ സാധനത്ത് പൊതഞ്ഞു പോണം, ഇരിക്കുന്നത് അങ്ങ് താന്നു പോകണം. ഇത് പക്ഷെ എനിക്ക് 18 രൂപ ആയതാണ്. പക്ഷെ ഇത് ഞാൻ 15 രൂപയ്ക്ക് അങ്ങ് കൊടുക്കും. 15 രൂപയ്ക്ക് കൊടുക്കും. ഇതിന്റെ ആ സൈഡ് വർക്കും അതിന്റെ ഫിനിഷിംഗ് മാഷ് ശ്രദ്ധിച്ച 15 രൂപയ്ക്ക് കൊടുക്കും. ഇപ്പൊ എന്റെ ഒരെണ്ണേ ഉള്ളൂ. ഇത് വരുന്നവർക്ക് 15 കൊടുക്കും. ഇനി ആവശ്യപ്പെട്ട ഞാൻ ചെയ്തു കൊടുക്കും. ഇത് പറഞ്ഞാൽ പക്ഷേ ഇത് നമ്മുടെ സിറ്റ് ഔട്ടില്, ബാൽക്കണിയിൽ, ഹാളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഊഞ്ഞാലെന്ന് പറഞ്ഞാലും ഊഞ്ഞാല് പോലെ ആടാൻ പറ്റുന്ന സാധനമല്ല. ബോഡിക്ക് ഒരു ചലനം, നമ്മുടെ ശരീരത്തിൽ രക്തഓട്ടം ഉണ്ടാവുന്നതിന് എപ്പോഴും ഇത് നല്ലതാണ്. നമ്മുടെ ഇതിലിരുന്ന് നമ്മൾ വലിയ ടെൻഷനിലോ എന്തെങ്കിലും പ്രശ്നങ്ങളിലോ പ്രയാസങ്ങളിലോ പെട്ട് നമ്മൾ വന്നിട്ട് ഇതിൽ ഇരുന്ന് കുറച്ചു നേരം
ആലോചിക്കുകയും ഇതിലിരുന്ന് സമാധാനമായി ആടുകയും ചെയ്ത നമ്മുടെ ആ ടെൻഷൻ കുറയുമെന്ന് പരീക്ഷണം നടത്തി വേണേൽ മാഷ് നോക്കിക്കും. അത്രയ്ക്ക് മനോഹരമായി ചെയ്യാവുന്ന കാര്യമാണ്. സംഭവം 18 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. സത്യത്തില് മാഷിന് ഇവിടെ ഒന്നല്ല 3 കടയുണ്ടല്ലേ? മാഷിന്റെ കട. അതെ, ഈ 3 കട ഇതുപോലെ സപ്പോർട്ട് കിട്ടി ഉണ്ടായതാണ്. ആദ്യം ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ജനങ്ങള് എന്നോട് നല്ല രീതിയിൽ സഹകരിക്കുന്നതിന്റെ പേരിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രീമിയം പ്രീമിയം സെഗ്മെന്റ് വരുന്ന സെറ്റുകളാണ് ഇതെല്ലാം. ഇപ്പൊ പല പല ആൾക്കാർ പല പല കാറ്റഗറി ആണല്ലോ. അതെ അതെ, ആൾക്കാർക്ക് സാധാരണ സെറ്റ്. അതെ, ഈ നമ്മൾ പ്രീമിയം സെറ്റ് ആയാൽ പോലും കുഷ്യന്റെ അളവ് കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, സിമ്പിൾ അതിലും ഞാൻ കണ്ടിരിക്കുന്നത്. എങ്ങനെയായാലും ഇത് സിമ്പിൾ ആവണം. പക്ഷെ എന്നാൽ ചിലർക്ക് തടി ഇഷ്ടപ്പെടുന്നില്ല, തടിയല്ല വേണ്ടത്, എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞാൽ കൊടുത്തല്ലേ പറ്റൂ. അല്ല ഞാൻ തടിയെ വിൽക്കൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് പക്ഷേ 29 രൂപയ്ക്ക് കൊടുക്കാം. 29 രൂപ. മാർക്കറ്റ് 49 രൂപ വിലയുണ്ട്. ആർക്ക് വേണമെങ്കിലും പരീക്ഷിക്കാം. 28 രൂപയ്ക്ക് കൊടുക്കാം. 28,000 രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രീമിയം സെറ്റ്. ഇത് പക്ഷേ അതിനൊക്കെ നമുക്ക് അത്യാവശ്യം ഒന്ന് കിടന്ന് TV കാണണമെങ്കിലോ ഒക്കെയുള്ള സൗകര്യമുണ്ട്. ഇത് നമുക്ക് 32 രൂപയ്ക്ക് കൊടുക്കാം. 32,000 രൂപയ്ക്ക് ഇത് മേടിക്കാൻ പറ്റും. ഇത് മാത്രമല്ല ഒത്തിരി അതെ അതെ മാഷേ, വെറൈറ്റി സെറ്റുകളുണ്ട് ഇതെല്ലാം. ഇല്ലേ മാഷ്? ഇത് എത്ര ചേരേണ്ട വരുന്നത്? ഇത് ഏതാ മാഷേ? ഇത് നമുക്ക് 39 രൂപയ്ക്ക് കൊടുക്കാം. മാഷ് ഒന്ന് ഇരുന്ന് നോക്കിയാൽ എണീറ്റ് പോകാൻ തോന്നത്തില്ല. അത്രയ്ക്ക് മനോഹരവും സുഖമാണ്. ഇത് ഭയങ്കര ഫീൽ ആട്ടോ. അതുപോലെ മാഷേ ഇത് അതെ അതെ, നമുക്ക് ഇരുന്ന് പക്ഷേ ഇത് ബ്രാൻഡഡ് ഡൂറോഫ്ലെക്സിന്റെ ഐറ്റമാണ്, ബ്രാൻഡഡ് ഐറ്റമാണ്. നമുക്ക് ഇത് മാർക്കറ്റ് 20 രൂപ കുറച്ച് കിട്ടത്തില്ല. ഞാൻ 18 രൂപയ്ക്ക് കൊടുക്കും. അതൊരു രസത്തിന് ചെയ്യുന്നതാണ്. പക്ഷെ ചുമ്മാ ഒരു രസക്കൊട്ടയുടെ സെറ്റ് ആണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഒരു ഹാളിൽ ഒരു മനോഹരമായിട്ടൊക്കെ വന്നിരുന്ന് ഒരു ഫോട്ടോയോ ഒക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ 5,900. 5,900 ഈ ഒരു സാധനം എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ ഒരു കോർണറിന്റെ ഏതെങ്കിലും ഭാഗത്ത് കൊണ്ടിട്ടാൽ അതെ അതെ ഒരു പ്രത്യേക മനുഷ്യൻ വീട്ടിലേക്ക് വരുമ്പോൾ അയാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഐറ്റത്തിൽ അയാളിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടിരിക്കുമെന്നാണ് ഒരു കണക്ക് പറയാണ്. ചിലപ്പോൾ അതിനെ വിമർശിക്കുന്നവരുണ്ടാവും. അന്ധവിശ്വാസം അല്ലത്. എല്ലാ മനുഷ്യരും നോക്കി ബൾബ് അടയ്ക്കുന്നവരില്ലേ, ഓരോരുത്തരുടെ കണ്ണിന് പവർ ഉണ്ട്. ഈ വീഡിയോയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ഇരിക്കുന്നത് മെത്തയെ പറ്റിയാ. അതെ അല്ലേ, നമുക്ക് ഇപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അഭിപ്രായം മെത്തയെ പറ്റി ഒന്ന് കാണിച്ചു. അതിന് അന്ന് മെത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അത് ചെയ്തതിന്റെ പേരിൽ മെത്തയ്ക്കുണ്ടായ സെയിൽ ഭയങ്കരമാണ്. അതിന്റെ പേരിൽ മൊത്തം അതിന്റെ പേരിൽ ഞാൻ 10 ലക്ഷം രൂപ മുടക്കി ഒരു വലിയ ഗോഡൌൺ മെത്തയ്ക്ക് മാത്രം ചെയ്തു. അതൊന്ന് കാണിച്ചില്ല. ഇതാണ് നമുക്ക് മെത്തയ്ക്ക് മാത്രം ഒരു ഗോഡൌൺ. മെത്തയ്ക്ക് വേണ്ടി ഇരിക്കുന്നുണ്ടല്ലേ. പക്ഷേ നമ്മളൊരു ബ്രാൻഡ് എന്ന് പറയുന്നില്ല, കേരളത്തിലെ എല്ലാം നല്ല ബ്രാൻഡ്. എന്താ മാഷേ മെത്തയ്ക്ക് വേണ്ടിട്ട് ഇങ്ങനെ സംഭവം ചെയ്യണം? അത് മാഷേ എല്ലാവരും വലിയ വില കൊടുത്ത് കട്ടിൽ വാങ്ങാൻ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാ. പക്ഷേ ഏറ്റവും വില കുറഞ്ഞ മെത്ത ഉപയോഗിക്കും. അതുപോലെ എല്ലാവരും ഏറ്റവും കൂടുതൽ പതുങ്ങുന്ന മെത്തയാണ് വാങ്ങുന്നത്. അതൊക്കെ തെറ്റായ സങ്കല്പമാണ്. ഒരു മെത്ത ഈ നാട്ടില് ഉള്ള നല്ല ബ്രാൻഡഡ് കമ്പനികൾ പോലും പുതിയ മെത്ത രൂപകൽപ്പന ചെയ്യുമ്പോൾ പുതിയ ബ്രാൻഡുകളിൽ പുതിയ മെത്ത വർഷാവർഷം അവർ പുതിയ ഐറ്റങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. ആ ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല, എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ നല്ല പഠനം നടത്തിയിട്ടുണ്ട്. ഈ ഒരു മെത്ത എന്ന് പറയുന്നത് ഒരുപാട് കനത്തിലല്ല കാര്യം. നമുക്കൊന്ന് കാണിച്ചു കൊടുത്തു. അതെ അതെ, ഓക്കെ. ഒരു മെത്ത ഇപ്പൊ ഇതൊരു ഡോക്ടർ ബാക്കിന്റെ ബെഡ് അല്ലേ? അതെ അതെ മാഷേ, സാറിന് ഇവിടുത്തെ എല്ലാ മെത്തകളും ഈ ഒരു കനത്തിലും എല്ലാ കനവുണ്ട്. പക്ഷെ കൂടുതലും 4 ഇഞ്ചാണ് ഞാൻ. നമ്മള് പിന്നെ ഒരു മെത്ത എന്ന് പറഞ്ഞാല് നമ്മൾ 5 മണിക്കൂർ അല്ലെങ്കിൽ ആ ജീവിതത്തിൽ വന്ന് എല്ലാ ക്ഷീണവും ഇറക്കി വെക്കുന്ന മെത്തയല്ല. എല്ലാ ക്ഷീണവും 5 മണിക്കൂർ 6 മണിക്കൂർ കിടക്കുന്നു. അത് നല്ലതായില്ല എങ്കിൽ നമ്മൾ ആശുപത്രി കാശ് കൊടുത്ത് മുടിയും. കാര്യം എല്ലാ അസുഖങ്ങളും രൂപപ്പെടുന്ന മെത്തയിന്നാണ്. കാര്യം നമ്മൾ നല്ല ഉറക്കം ഉണ്ടാകുമ്പോഴേ നമുക്ക് അസുഖങ്ങൾ മാറിക്കിട്ടു. ഇത് നല്ല ഉറക്കം ഉണ്ടാവത്തില്ല. രാവിലെ വൈകിട്ട് നമ്മൾ 10 മണിക്ക് കിടന്നാൽ വെളുക്കുന്ന 6 മണി വരെയും ചൊറിച്ചിലായിരിക്കും നല്ല മെത്ത അല്ലെങ്കിൽ. അതുപോലെ ഒരുപാട് ഫോൾഡ് ആവുന്ന മെത്ത, കുഴിയുന്ന മെത്ത, താഴുന്ന മെത്ത, ഇതൊക്കെ നമുക്ക് അസ്വസ്ഥ ഉണ്ടാക്കും. കാണാൻ ഭംഗിയുണ്ടാവും. അപ്പൊ നമുക്ക് അസ്വസ്ഥ ഉണ്ടാകും. മെത്ത എടുക്കുമ്പോൾ അത് വളരെ പ്ലാൻ ചെയ്തെടുക്കണം. നിങ്ങൾ മെത്ത കിടക്കേണ്ട, വെറും കട്ടിലേ കിടന്നു, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് കിടന്നാൽ മതി. പക്ഷെ മെത്ത വാങ്ങിയാൽ, അതാ ഞാൻ അടിവരയിട്ട് വന്ന്, അത് നല്ലതേ ഉപയോഗിക്കാവൂ. നിങ്ങൾ ഏത് ബ്രാൻഡോ വേണ്ട ഇല്ലെങ്കിൽ ഉപയോഗിക്കും. നിങ്ങൾ ഏത് ബ്രാൻഡോ വാങ്ങിട്ടു മെത്ത പ്ലാൻ ചെയ്ത് തന്നെ വാങ്ങണം. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ അമിത കനമില്ലാത്ത മെത്ത വാങ്ങണം. ഞാനെന്നാ അമിതമായി കനമുള്ള മെത്തകളെല്ലാം വെച്ചിട്ടുണ്ട്. കസ്റ്റമറിന് ഇഷ്ടം. നമ്മൾ ഒരാൾ വന്ന് എനിക്ക് 10 ഇഞ്ച് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തല്ലേ പറ്റൂ. പക്ഷെ ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ അതിൽ മാക്സിമം പോയാൽ 6 ഇഞ്ചിൽ ഒതുങ്ങണം നമ്മുടെ മെത്തയുടെ സങ്കല്പം. നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 1-2 മെത്ത മാഷ് ഒന്ന് പരിചയപ്പെടുത്തി. അത് എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ മാഷേ, മെയിനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് സാധാരണക്കാരന്റെ ചിന്താഗതിയിൽ നിന്ന് ചിന്തിക്കണം. നമ്മൾ ഈ
ഒരു ഫർണിച്ചർ വാങ്ങുമ്പോൾ ഞാൻ ആദ്യം പോലെ പറഞ്ഞാൽ സിമ്പിൾ ആവണം. നമ്മൾ ഫണ്ട് അതിലല്ല കളയേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ചിന്താഗതി അല്ല നമ്മുടെ മക്കൾക്ക്, അത് നമുക്ക് ഉപയോഗിക്കാനുള്ളത് വാങ്ങണം. നമുക്ക് ഉപയോഗിക്കാനുള്ളത് വാങ്ങുമ്പോൾ വളരെ ചെറിയ വിലയ്ക്ക് വാങ്ങാൻ പറ്റും. ഒരു നല്ല കട്ടിൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ, കുറഞ്ഞ കട്ടിൽ വാങ്ങിയിട്ടുണ്ടോ, എന്തോ ആവട്ടെ, പക്ഷെ നല്ലൊരു മെത്ത വാങ്ങണം. അതിന് മാക്സിമം പോയാൽ 4 ഇഞ്ചോ 5 ഇഞ്ചോ കനാവും ആകാവുള്ളൂ. ഇത് വലിയൊരു ഇൻഫർമേഷൻ ആണ്. അപ്പൊ നിങ്ങൾ മെത്ത മേടിക്കണം, ഇവിടെ നിന്നല്ല, എവിടെ എവിടെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കണമെന്ന് ഇല്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഇന്ന് രാവിലെ തൃശ്ശൂരിൽ നിന്നാണ് വിളിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തത് അവരുടെ പറഞ്ഞ 5 ഇഞ്ച് കനമുള്ള ഒരു മെത്തയെ കുറിച്ചാണ്. മെത്ത ഏതാ ഞാൻ പറഞ്ഞതെന്ന് പറയുന്നില്ല. അപ്പൊ ആൾക്കാർ ഡയറക്റ്റ് ഇവിടെ വന്നാൽ ഇവർക്ക് ഇഷ്ടംമാതിരി തെരഞ്ഞെടുക്കാനുണ്ട്. പക്ഷെ അതുപോലെ ഈ 4 ഇഞ്ചോ 5 ഇഞ്ചോ ആവുന്ന മെത്തയില് അത് 3 ഇഞ്ചും കൊയർ തന്നെ ആയിരിക്കണം. കൊയറിന്റെ മേളിൽ 1 ഇഞ്ച് അല്ലെ 2 ഇഞ്ച് മെമ്മറി ഫോമോ ലാറ്റക്സോ മെത്തയ്ക്ക് വരാവും. ഇത് EP ഷീറ്റ് കുത്തി നിറച്ച് 8 ഇഞ്ചും 10 ഇഞ്ചും കനത്തിലാക്കി ചൂട് വരുന്ന രീതിയിൽ കട്ടിൽ പൊക്കിയിട്ട് ആളുകളെ കാണിക്കാനൊന്നും ബെഡ് വാങ്ങരുത്. അതുപോലെ എനിക്ക് മറ്റൊരു അഭ്യർത്ഥന, പഴയ മെത്ത ഒരു മെത്ത ഇൻസ്റ്റാൾമെന്റ് വീട്ടുകളിൽ കൊണ്ടുവരുന്നവർക്കും തിരിച്ചു കൊടുക്കരുത്. ഒരു മെത്തയും കൊടുക്കരുത്. പഴയ മെത്തകൾ ഇപ്പൊ ആളുകൾ വന്ന് പറയും പഴയ മെത്ത എടുത്തോളം പുതിയത് തരാം. ഈ പഴയ മെത്ത ഇവൻ കൊണ്ടുപോയി അതിന്റെ പഴയ തുണി കളഞ്ഞിട്ട് പുതിയ തുണി ഇട്ട് ഇവന്റെ വീട്ടിൽ തന്നെ കൊണ്ട് കൊടുക്കും. അങ്ങനെ ചതിയാതെ അങ്ങനെ ചെയ്യരുത്. പഴയ മെത്ത നിങ്ങൾക്കൊണ്ടേ ഒരു മനോഹരമായ ഐഡിയ ഞാൻ പറഞ്ഞുതരാം, അതെങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന്. അത് ഇന്നും ആർക്കും അറിയാത്ത, ഞാൻ പലരും പറഞ്ഞു വളരെ സക്സസ് ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങളുടെ പഴയ മെറ്റലാണെങ്കിൽ കീറിയ മെറ്റൽ ആക്രിക്കാർക്ക് കൊടുത്ത പൈസ കിട്ടും. അതിന്റെ ഫോം പിന്നെ കുറച്ചേ ഉണ്ടാവും. കൊയർ മെത്തയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ കൊയർ മെത്തയുടെ മേളിൽ 1 ഇഞ്ച് കനയും ഉണ്ടാവും ഫോം. ആ 1 ഇഞ്ച് കനം എന്ന് പറഞ്ഞാൽ എടുത്താൽ പിന്നെ ചുരുട്ടിക്കുട്ടിയ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ഹരിതകർമ്മ സേനക്കാർക്കൊക്കെ കൊടുക്കാവുന്നതേ ഉള്ളൂ. ബാക്കി വരുന്ന കൊയറാ. ഈ കൊയറിനെ നമ്മൾ ഈ വളമൊക്കെ വിൽക്കുന്ന കടകളിൽ കാണും, ഈ ഗാർഡൻ കട്ട് ചെയ്യുന്ന കത്രി. അത് വാങ്ങിയിട്ട് ഈ കൊയറിനെ കഷ്ണങ്ങളാക്കണം. ഈ ഒരു ബെഡ് 6x4 ഒരു ബെഡിന് ഒരു 10 കഷ്ണം ആക്കണം. അത്യായിട്ട് ഇതിനകത്ത് കൃഷിഭവനിൽ പോയ കൂണിന്റെ വിത്ത് കിട്ടും. സിമ്പിളായിട്ട് ഈ കൂണിന്റെ വിത്ത് ആ കൊയറിനകത്ത് വിതറിയിട്ട് ഇച്ചിരി വെള്ളം നനച്ച് കൊടുത്താൽ മതി. നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുള്ള കൂണ് കിട്ടും. നിങ്ങൾക്ക് ഇതൊരു ശല്യമാവത്തില്ല. ആളുകൾ വന്ന് ഇങ്ങനെ തള്ളി നോക്കും, എന്തോ താഴുന്ന ഇങ്ങനെ തള്ളി നോക്കും. എന്ന് പറഞ്ഞാൽ ഒരുപാട് താണില്ലേ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ 1 ഇഞ്ചിൽ കൂടുതൽ താഴുന്ന മെത്ത ആരോഗ്യത്തിന് നല്ലതല്ല. ഏറ്റവും പ്രധാനമാണ് 1 ഇഞ്ചിൽ കൂടുതൽ, അല്പം സ്വല്പം കുറച്ചോ കൂടുതലോ വരാം, പക്ഷെ അതിൽ കൂടുതൽ താഴുന്ന മെത്ത ബോഡിക്ക് നല്ലതല്ല. നമ്മുടെ ഇപ്പോഴത്തെ ഓൺലൈൻ വഴി ഒരുപാട് മെത്തകൾ വരുന്നുണ്ട്. ആ മെത്തയിൽ ഒരു 5-10 വർഷം കിടക്കുന്ന ഒരു കൂനരായി പോകും. കൂനുക എന്ന് പറയുന്നത് അതിനൊരു ഷേപ്പില്ല, അതങ്ങ് വള്ളം പോലെ ആവും. നമ്മുടെ ബോഡി നേരെയാണ് കിടക്കേണ്ടത്. നമ്മുടെ ബോഡി നമ്മൾ കുഞ്ഞുനാളിൽ നമുക്ക് തൊട്ടിൽ കെട്ടി ഇട്ടിരുന്ന മാതിരിയാണ് നമ്മൾ ഇപ്പൊ 50-ആം വയസ്സിലും കിടക്കുന്നത്. അത് നമ്മളെ അങ്ങനെ ആക്കി വളഞ്ഞ് നമ്മുടെ ബോഡി നട്ടൽ ആ രീതിയിൽ നല്ലൊരു മെത്ത നട്ടലോടെ കിടക്കണമെങ്കിൽ നമ്മൾ 4 ഇഞ്ചോ 5 ഇഞ്ചോ മെത്തയിൽ കിടക്കണം. 1 ഇഞ്ച് കനമും 1 ഇഞ്ചേ ഒരു മെത്ത താഴാവും. പക്ഷേ നമ്മൾ ഏതൊക്കെ ബ്രാൻഡ് കൂടുതലും ചെയ്യുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മാഷെ പേര് പറയാൻ പാടില്ല, എന്നാൽ അവർ എല്ലാ കമ്പനിയും കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കമ്പനിയും ചെയ്യുന്നുണ്ട്. എല്ലാ കമ്പനിക്കാരും ഞാൻ എല്ലാ കമ്പനിയായിട്ട് നല്ല ധാരണ 10-35 വർഷമായിട്ട്. അപ്പൊ ആരുടെയെങ്കിലും പേര് പറഞ്ഞു പോയാലേ. പക്ഷെ ഒരാൾ എന്നെ വിളിച്ച് ഏതൊരു നല്ല മെത്ത മേടിക്കണമെന്ന് ഫോണിലൂടെ ചോദിച്ചാൽ ഞാൻ ബ്രാൻഡ് പറയും. ഉറപ്പായിട്ടും പറയും. അത് ആ വീഡിയോയിൽ പ്രധാനമാണ്. ഒരാൾ വിളിച്ച് ചോദിക്കണം പക്ഷേ എനിക്കൊരു മെത്ത മേടിക്കണം, ഏത് ബ്രാൻഡ് വേണമെന്ന് വെച്ചാൽ ഞാൻ ഫോണിലൂടെ പറയും. പക്ഷെ വീഡിയോയിലൂടെ പറഞ്ഞാൽ അത് മോശമല്ലേ? നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും മെത്ത മേടിക്കാം. ഏത് ബ്രാൻഡ് മേടിക്കണമെന്ന് മാഷിനെ വിളിച്ചാൽ പറഞ്ഞു വീഡിയോയിൽ പറയാൻ വേണ്ടി കുറച്ച് പരിമിതിയാണ്. കാരണം ഒരുപാട് ബ്രാൻഡ് നമ്മൾ ചെയ്ത് മെത്ത വെക്കാൻ വേണ്ടി ചെയ്ത ഒരു ഗുണമാണ്. അത്രയ്ക്ക് എനിക്ക് മെത്തയ്ക്ക് ആ വീഡിയോയ്ക്ക് ശേഷം ഒരു ചെലവുണ്ടായി. ഞാൻ ഈ വീഡിയോക്കകത്ത് മാഷിന് നമ്പർ കൊടുക്കാം അല്ലേ? നമ്പർ കൊടുക്കാം. നിങ്ങൾ ഇവിടെ വന്നാൽ മതി. മാഷ് രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെ എന്റെ ജീവിതം ഇതിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്തില്ലെങ്കിലും ഇവിടുത്തെ എന്തൊന്നുമില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും വേണ്ട. മാഷിന് പോയി ചോദിച്ചാൽ എല്ലാ ഡീറ്റെയിലും വിളിച്ചാലും മതി. എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരും. ഇപ്പൊ ഈ സ്ഥലം കറക്റ്റ് വരുന്നത് പുത്തൂർ എത്തുന്നതിന് മുന്നേ അല്ല, പുത്തൂർ ആലക്കൽ ജംഗ്ഷൻ, മെയിൻ റോഡ് സൈഡ് കരുനാപ്പള്ളി റോഡ്. കട കണ്ടെത്താൻ വളരെ സിമ്പിൾ ആണ്. ഇടത്തും വലത്തുണ്ട് 3 കടയുണ്ട്. ഇപ്പൊ കൈപ്പള്ളിയിൽ ഫർണിച്ചറിന് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ മാഷിന്റെ കടയിൽ ചോദിച്ചാൽ മാഷിന്റെ കടയെന്ന് അറിയപ്പെടും. മാഷിന്റെ കടയിൽ ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞുതരും.
കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി സാറിന്റെ വീഡിയോക്ക് അപ്പുറത്തേക്ക് ഇതൊരു വലിയ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുക. എനിക്ക് ആവശ്യം അതാണ്. പക്ഷേ കച്ചവടത്തിന് 2ാം സ്ഥാനമാണ്. അതെ, എനിക്ക് പറയാനുള്ളത് സമൂഹത്തോട് പറയണം. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും മാഷിന് ഫ്രീ ഉള്ളപ്പോൾ വരണം. എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും ബെഡിനെ കുറിച്ചും അല്ലെങ്കിൽ ഫർണിച്ചറിനെ കുറിച്ചും മാത്രമല്ല, സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും ഉണ്ട് മാഷെ, നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ട്. അതിൽ എനിക്ക് എൻ്റെതായ വീക്ഷണമുണ്ട്. എനിക്ക് തോന്നുന്നത് മാഷും ഞാനും കൂടെ ഇരുന്ന് സംസാരിച്ച അത് കുറേ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പിന്നെ അതിനും കൂടെ മാഷ് ശ്രമിക്കണം. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വളരും തോറും അല്ലെങ്കിൽ ഈ നാട്ടിലെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടും തോറും നമ്മളെ നാട്ടിൻ പ്രദേശത്തെ കച്ചവടക്കാരെയും കൂടെ ചേർത്ത് നിർത്താൻ ഓരോരുത്തരും ശ്രമിക്കണം. നാട്ടിൻ പ്രദേശത്തെ കളർഫുള്ളാക്കുന്ന വെട്ടവും വെളിച്ചം തരുന്ന കൊച്ചു ചെറുകിട കച്ചവടക്കാരെയും കൂടെ നിങ്ങളെല്ലാവരും ചേർത്ത്. ഒരുപക്ഷെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇത് പറയാൻ കാര്യം, ഓരോ കൊച്ചു കച്ചവടക്കാരനും ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് കൊടുക്കാൻ കഴിയുന്ന അതാണ്, നിങ്ങൾ എന്നെ ചേർത്ത് നിർത്തുന്നത് പോലെ നിങ്ങളുടെ പ്രദേശത്തുള്ള കൊച്ചു കച്ചവടക്കാരെയും കൂടെ നിങ്ങൾ ചേർത്ത് നിർത്ത് അവരെയും കൂടെ നിങ്ങളുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രമിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. എൻ്റെ വീഡിയോയിൽ സന്തോഷം. ഓക്കെ മാഷെ.